ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. അത് ഞാനൊരു സ്റ്റോറി ചോദിക്കാം. ലവ് മാരേജ് അല്ലായിരുന്നോ? എങ്ങനെ അച്ഛൻ സ്റ്റോറി പറയട്ടെ, സമ്മതിക്കത്തില്ല കേട്ടോ. മോളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്റെ മോൻ കൊണ്ടുവരുന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോയി കല്യാണം കഴിക്കുമായിരുന്നു. നമ്മുടെ സന്തോഷം നമ്മുടെ മക്കളാ, പിന്നെ നമ്മൾ എതിര് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. സന്തോഷമുള്ളൂ. അത് കേൾക്കാൻ നല്ല രസമില്ലേ? കൊറേ വീഡിയോയിലൊക്കെ അഭികൂട്ടൻ മിസ്സായിട്ടുണ്ട്. കൊറേ പേര് ചോദിക്കാറുണ്ട്, അയ്യോ ചെറുക്കനെ കൊന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓണത്തിന് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ സാമ്പാറും ടേസ്റ്റ് ചെയ്യുമ്പോ ഇവര് വെറൈറ്റി ഫുഡ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അല്ല, അത് കഴിക്കാനും ഒരു ഭാഗ്യം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞ പോലെ എനിക്ക് ഒരു സാധനം ഒരു ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. കഴിച്ചിട്ട് ഞങ്ങളോട് പറയാം. ഇത് ഇപ്പൊ എങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വേണമെങ്കിലും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിച്ചോട്ടെ. നല്ലതാ. ഇത് കഴിച്ച് തീർന്നിട്ടുണ്ട് ഇട്ട പോരെ. ജമന്തിപ്പൂ ഒക്കെ കുറച്ച് കറിയൊക്കെ അരളിപ്പൂ വന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് പൂവൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് തുമ്പ കഴിച്ച് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇവര് കേട്ടോ ഓർമ്മ വന്നത്. പറയുന്നുണ്ട് അമ്മക്ക് ഇച്ചിരി തുമ്പപ്പൂ. നമ്മുടെ വീട്ടിൽ അന്ന് 2 ഗസ്റ്റ് വന്നായിരുന്നു. ഞങ്ങള് ഇത് അവർക്ക് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതെന്തുവാ ഈ സാധനം. പക്ഷെ മാവില എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് കുടിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. ഞങ്ങളത് പറഞ്ഞില്ല. ശരിക്കും നമുക്ക് റെസ്റ്റ് കേട്ടോ കിട്ടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ജ്യൂസ് കുടിക്കേണ്ടി വന്നിട്ടില്ല. ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒന്ന് വിഷമം തോന്നിയിട്ടുണ്ടോ? ആദ്യമൊക്കെ ഒരു ഇത് തോന്നുമല്ലോ. ഒന്നാമത് എനിക്ക് ഇതിലോട്ട് വരാൻ ഒരു മടിയാണ്. അപ്പൊ നമുക്കൊരു മടുപ്പ് തോന്നും. ആ മത്തി സാമ്പാർ ഉണ്ടാക്കിട്ടെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടാവും. അതെ, നെഗറ്റീവായിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തായിരുന്നു. ബ്രാഹ്മണന്മാര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വെച്ചേക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിച്ചായിരുന്നോ? എന്താ തോന്നിയേ? ടെസ്റ്റ് ഉണ്ടായിരുന്നു? അത് ഉണ്ടായിരുന്നു. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണവിശേഷങ്ങളുമായിട്ട് അഞ്ജിത, രാഹുൽ ആൻഡ് ഫാമിലിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഷോ. നമസ്കാരം. അമ്മ, ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, മീൻസ് ഇപ്പൊ വിളിക്കുക മോളെ മാളു അല്ലെങ്കിൽ ഓരോ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ, ആ ഐഡിയ എവിടെ നിന്നാണ് ആക്ച്വലി വന്നത്? ഞങ്ങള് മോളെ നിന്നാണ് വിളിക്കുന്നത് വന്നത് അന്ന് മുതല്. പിന്നെ മോനും കൂടെ പറഞ്ഞു അങ്ങനെ മോളേന്ന് വിളിച്ച അതിന്റെ കൂടെ തന്നെ മോളെ മാളു എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ആയി. അങ്ങനാണ് ഇപ്പൊ മോളെ മാളു. ചിലപ്പോഴൊക്കെ വീട്ടിലും വിളിക്കും അങ്ങനെ മോളെ മാളു. ശരിക്കും ഈ ഡിഷൊക്കെ ഉണ്ടാക്കി കൊണ്ട് തരുമ്പോ ശരിക്കും ഇത് കഴിക്കാറൊക്കെ കഴിക്കുന്നുണ്ട്. ഉണ്ട്. അമ്മ കഴിക്കാറുണ്ട്. അച്ഛന് എന്താ പറയാനുള്ളത്? കഴിക്കും, ഞങ്ങൾ എല്ലാവരും കഴിക്കും. ചില സമയങ്ങളിലൊക്കെ വൈകുന്നേരം കഞ്ഞിയുടെ കൂടെ ഞങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കും. കുഴപ്പമില്ല, കാരണം ഞങ്ങളുടെ ഈ ഓരോ പ്രൊഡക്റ്റും നല്ലത് തന്നെയാണ്. കാരണം ഞങ്ങളെപ്പറ്റി പൊക്കി പറയല്ല, നല്ലതാണ്, നല്ല സ്വാദുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടു കൂടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എപ്പോഴും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് അമ്മയ്ക്കും, അതുപോലെ തന്നെ അമ്മയാണ് ഉണ്ടാക്കി തരാൻ പറയുന്നത്. അതുപോലെ ടേസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു നല്ലതാ മാമി ആട്ടോ. നല്ലതാ മാമി എന്റെ കൂടെ ഉണ്ട്. ശരിക്കും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ? അതിന് ഉണ്ട്. അത് വെറുതെ പറയുന്നതാണോ? മാമി ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് എന്തായിരുന്നു? എന്ത് ഡിഷായിരുന്നു അടിപൊളിയായിട്ടുള്ളത്? മുന്തിരി അച്ചാറ്. എനിക്ക് തോന്നുന്നു കുറച്ച് വൈറലായിട്ടുള്ള ഒരു ഡിഷും കൂടെ ആയിരുന്നല്ലേ അത്? അപ്പം ഈ ഒരു ഡിഷൊക്കെ പറഞ്ഞു തരുന്ന ആരാ? ഏട്ടനെല്ലാം പറഞ്ഞു തരുന്നത്. എല്ലാ ഡിഷസും എല്ലാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും ഏട്ടനാ പറഞ്ഞു തരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം രാഹുലേട്ടൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. ആക്ച്വലി പുള്ളി എബ്രോഡ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എന്താണ് പുള്ളിയെ പറ്റി പറയാനാണെങ്കിൽ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏട്ടനാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതും, ഇപ്പൊ ഒരു റെസിപ്പിയുടെ ആണെങ്കിൽ പോലും ഒരു അളവ് സഹിതം ഏട്ടനാ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ചെയ്യണം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ അമ്മ വരുമ്പോഴൊക്കെ ഇപ്പൊ ഞാൻ ഫോണിൽ സംസാരിക്കണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏട്ടനാ പറഞ്ഞു തരുന്നത്. അപ്പം ഫുള്ള് ക്രെഡിറ്റ് ഏട്ടനാണ്. എനിക്കൊന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ രാഹുലേട്ടനായിരിക്കും അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
ആദ്യം ഇവരുടെയൊക്കെ അഭിനയം കണ്ടപ്പോ അച്ഛൻ എന്നാ തോന്നിയത്? ആദ്യം നമുക്ക് ഇത് വന്നപ്പോൾ ഇത് എങ്ങനാകുമെന്ന് നമ്മൾ അറിഞ്ഞല്ലോ, നമ്മൾ യൂട്യൂബിനെ പറ്റി നമുക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ടാകുമല്ലോ. പക്ഷേ ഇതിനെല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടിട്ടാണ് ഇവർ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. നമ്മുടെ വീഡിയോ ആസ്വദിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. പക്ഷേ അത് ഞങ്ങൾക്ക് കൂടുതൽ ഇത് വരുവാണ്. കാരണം എന്താണെന്നറിയാം, ഇവർ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളും ഈ ഫുഡിൻ്റെ കാര്യമാണല്ലോ നമ്മളും ശ്രദ്ധിക്കണം. എൻ്റെ മോനാണ് ഷെഫാണ്, 13 വർഷമായിട്ട് വിദേശത്താണ്. അപ്പോൾ അവന് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പാവപ്പഴം ഉണ്ടെങ്കിൽ പറയും അത് ശരിയല്ല, വീണ്ടും ഒന്നുകൂടെ എടുക്കാൻ പറയും. അല്ലെങ്കിൽ അമ്മ ചിരിച്ചില്ല, മാളു ചിരിച്ചില്ല എന്നൊക്കെ കൃത്യം അവിടെ ഒരു ചെരുപ്പ് കിടക്കുന്നു അത് മാറ്റി വീണ്ടും എടുക്കാൻ പറയും. അപ്പോൾ ഒരു 60 സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിൽ തന്നെയും ഒരു 5-6 പ്രാവശ്യം നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒക്കെ അടിക്കും. അല്ലെങ്കിൽ വീണ്ടും നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ടേക്ക് വരെ എടുത്തിട്ടുണ്ടാവും ഒരു വീഡിയോ? എത്ര പ്രാവശ്യം എടുപ്പിക്കും? ഒരു 10 പ്രാവശ്യം. അല്ല 10 അല്ല, 15 മേളിൽ പോയിട്ട്. ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തൊരു വീഡിയോ ഏതായിരുന്നു? ഞങ്ങൾ മിക്കതും ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ 3-4 എടുക്കും. കാരണം ഇങ്ങനെ ഒരു മേളിൽ നിന്നൊരു പ്രശ്നം വരുമല്ലോ. അപ്പൊ ഞങ്ങളൊരു 3-4 എടുക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് ഓക്കെ എന്ന് പറയും. ഇപ്പൊ നമ്മള് പറയും മോളെ മാളു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയതാന്ന് പറയും. അല്ലെങ്കിൽ വേണ്ട തോരൻ വെച്ച് തരാൻ പറയും. അപ്പൊ രാവിലെ അങ്ങ് ശരിയായില്ല അങ്ങനെയല്ല, ഇവിടെ നടപ്പ് ശരിയായില്ല, മാളു ചിരിച്ചില്ല, മേടിച്ച ശരിയായില്ല, അങ്ങനെ നമ്മളങ്ങ് മാറ്റി എടുക്കും. പിന്നെ ഒരു 8, 7, 9 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിയാന്ന് പറയാം. എപ്പോഴെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല. അമ്മക്ക് ദേഷ്യം വന്നിട്ടുണ്ടോ? നമ്മ ഇല്ല, ദേഷ്യമാണ് ചിരിച്ചോണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമൊന്നും അച്ഛനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ പിന്നെയാണ് വന്നത്. അപ്പൊ ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ടായിരുന്നു, എന്താ അച്ഛനെ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് അച്ഛൻ അതിൽ വീഡിയോയിൽ വരാൻ കാണിച്ചത്. അപ്പൊ ആദ്യമൊക്കെ അച്ഛനെ കണ്ടപ്പോ വരാൻ മടിയായിരുന്നു, അത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? അല്ല, എന്റെ മോനാണ് ഇതിന്റെ ഫുൾ കാര്യങ്ങള്. അപ്പൊ അവന് ഇതിൽ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്നുള്ള കൃത്യമായി പുള്ളി ഒരു ഹോംവർക്ക് ചെയ്യും. അപ്പോഴാണ് പറയുന്നത് അച്ഛൻ ടേസ്റ്റ് ചെയ്യണം, അച്ഛൻ ഇങ്ങനെ പറയണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മളോട് പറയും. അപ്പം അത് നമ്മുടെ എന്തോ ഒരു ദൈവാധീനം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ജനങ്ങൾ, അതായത് ഈ വ്യൂവേഴ്സാണല്ലോ നമ്മളുടെ എല്ലാത്തിൻ്റെ ഒരു അടിത്തറ. പക്ഷെ അവരത് ഏറ്റെടുത്തപ്പോൾ തന്നെ നമുക്കതിനോട് കൂടുതലൊരു താല്പര്യം വന്നു. നമ്മുടെ വീഡിയോ ജനം കാണുന്നുണ്ട്, നമുക്ക് ഇച്ചിരി കൂടി മെച്ചപ്പെട്ട രീതിയിൽ അങ്ങനെയാണ് ഇതിലേക്ക് ഞങ്ങൾ കൂടുതൽ വരാൻ കാര്യം. പക്ഷേ ഇതിൻ്റെ എല്ലാം ബ്രെയിൻ എൻ്റെ മോനാണ്, ഞങ്ങളാരും ഇതിൻ്റെ ഒന്നുമല്ല. അതോടൊപ്പം തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാർ, അവരുടെ ഒരു കരുതൽ ഞങ്ങൾക്കുണ്ട്. പുറത്തൊക്കെ ഇറങ്ങുമ്പം എല്ലാരും അറിയപ്പെടുന്നുണ്ട് അല്ലേ? എന്താ വന്ന് ചോദിക്കുന്നേ? ചോദിക്കല്ലോ മോളെ മാളു, നമ്മൾ പുറകെ വിളിക്കും മോളെ മാളു. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കും, എന്നിട്ടാണ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടി വരുന്നില്ല. അവർക്ക് ദൂരം നിന്ന് കാണുമ്പോൾ പോലും തന്നെ നമ്മളെ അറിയാം. ഓരോ കാര്യങ്ങൾ വന്ന് ഇപ്പൊ റെസിപ്പിയുടെ ആണെങ്കിൽ എല്ലാം വന്ന് ചോദിക്കും. ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും കുഞ്ഞു പിള്ളേരാ, അവർക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഞാൻ ഇൻട്രോ പറയുമ്പോഴത്തേക്ക് അഞ്ജിത രാഹുൽ എന്ന് പറയുമ്പോൾ കുറെ ആരാധന ചിന്തിക്കും. പക്ഷെ മാളുവിന്റെ അല്ലേ നെയിമാണ് അഞ്ജിത എന്ന് പറയുന്നത്. ഇപ്പം ഇൻസ്റ്റയിൽ നെയിമൊക്കെ ഉള്ളതുകൊണ്ട് അത് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ നല്ലത മാമിയുടെ പേരൊക്കെ അറിയാൻ വളരെ വിരളമാണ് ശരിക്കും. എന്താ പേര്? അഭിനവ് എന്നാണ്. അഭിനവിന്റെ ഫാമിലിയിലേക്ക് വരാണെങ്കിൽ ആരൊക്കെയാണുള്ളത്? അച്ഛനൊക്കെ എന്താ ചെയ്യുന്നത്? അഡ്വക്കേറ്റ് ആണ്. വക്കീല് വീട്ടിൽ തന്നെ ഉണ്ട്, അപ്പൊ പിന്നെ മേടിക്കണ്ടായിരിക്കും. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇപ്പം ഡിഷസ് നമ്മൾ ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇപ്പം എന്തെങ്കിലും അത് പാളി പോയിട്ടുണ്ടോ? അത് ഏതെങ്കിലും ഒരെണ്ണം? അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു രാഹുലേട്ടൻ ഷെഫ് ആയതുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുമായിരിക്കും. അളവ് സഹിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു പാളിച്ച വന്നിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചല്ലേ ചെയ്യത്തുള്ളൂ, ശ്രദ്ധിച്ചാ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറയാറുണ്ടല്ലോ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കുന്നതെന്ന്. അതെന്തുകൊണ്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്? കാരണം നമ്മള് ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ കുറച്ചുണ്ടാക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ 5 പേരടങ്ങുന്നതാണ്.
പിന്നെ ഞങ്ങളുടെ നാട്ടുകാർ, നമ്മുടെ അയൽവാസികൾക്ക് 3-4 പേർക്ക്. അപ്പം നമ്മൾ അതനുസരിച്ച്, അപ്പം നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർ, നമ്മുടെ വീടിനടുത്തുള്ളവർ കഴിക്കുമ്പോഴാണ് അതിന് നമുക്കൊരു സന്തോഷം വരുന്നത്. അപ്പോൾ നമ്മളത് പ്രത്യേകിച്ചും ഫുഡാണ്. അപ്പോൾ വളരെ കരുതലോടും വളരെ ശ്രദ്ധയോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു അഭിപ്രായം ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. അവർ പറയും ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തൊന്നുമില്ല. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഫുഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചും വളരെ കരുതലോടുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ഫുഡും പാഴായിട്ടില്ല. ഞങ്ങൾ മിക്കവാറും വൈകുന്നേരത്തോടുകൂടിയാണ് ഞങ്ങൾ 3 മണി 4 മണിയോട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ എടുത്തിട്ട് ബാക്കി മറ്റുള്ളവർക്ക്, നമ്മുടെ അയൽവാസികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കഞ്ഞിയോ എല്ലാം ഒക്കെ ആയിരിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മത്തി സാമ്പാർ ഉണ്ടായിരുന്നു. അത് വലിയ ഒരു ഇതായിരുന്നു ജനം ഏറ്റെടുത്തത്. അവർക്കൊരു നന്ദി ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കും. കാരണം അവരാണ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ അടിത്തറ. എനിക്ക് തോന്നുന്നു ആ മത്തി സാമ്പാർ ഉണ്ടാക്കിയിട്ടെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടാവും. അതെ, നെഗറ്റീവായിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തായിരുന്നു. എന്താ ഇങ്ങനെ ബ്രാഹ്മണന്മാര് കണ്ട അവര് ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയച്ച് പറയുമായിരുന്നു, എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? ബ്രാഹ്മണന്മാര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വെച്ചേക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ നമ്മളത് വലിയതായിട്ട് എടുക്കത്തില്ല. കാരണം നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയ ചിരിക്കുന്നുണ്ട്. അത് കഴിച്ചായിരുന്നോ? എന്താ തോന്നി? ടെസ്റ്റ് ഉണ്ടായിരുന്നു? അത് ഉണ്ടായിരുന്നു. ഈ സ്കൂളിലൊക്കെ പോകുമ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത്? ഫ്രണ്ട്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ. നല്ലതാ മാമി എന്ന് മോനെ വിളിച്ച് കളിയാക്കാറുണ്ടോ? ടീച്ചർമാരൊക്കെ നല്ലതാ മാമി. അപ്പോഴൊക്കെ ശരിക്കും സന്തോഷം തോന്നുന്നല്ലോ നമ്മുടെ വീഡിയോ എല്ലാരും കാണുന്നുള്ള ഒരു രീതിയില്. ഈ മാമി ഉണ്ടാക്കി തന്ന എന്തെങ്കിലും ഒരു ഡിഷ് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്? ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഇവിടെ വെച്ച് ടേസ്റ്റ് ചെയ്ത് നിർത്തും, സ്കൂളിലൊന്നും കൊണ്ടുപോകത്തില്ല, തീർത്തിട്ടേ പോകത്തുള്ളൂ. അപ്പൊ പറഞ്ഞു മുന്തിരി അച്ചാറ ഇഷ്ടാന്ന് പറഞ്ഞു. ജ്യൂസ് ഐറ്റംസിൽ ഏറ്റവും കുറച്ചും കൂടിയൊക്കെ എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു മാവില ജ്യൂസ് അല്ലേ? അതിനെ പറ്റി എന്താ പറയാ? അച്ഛൻ ചിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ വരുന്നവർക്ക് നമ്മുടെ വീട്ടിൽ അന്ന് 2 ഗസ്റ്റ് വന്നായിരുന്നു. ഞങ്ങള് ഇത് അവർക്ക് കൊടുത്തു. അവർ കൊടുത്തു പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതെന്തുവാ ഈ സാധനം. പക്ഷെ മാവില എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് കുടിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. ഞങ്ങളത് പറഞ്ഞില്ല. കാരണം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവർ ആസ്വദിച്ച് കുടിക്കുകയാണ്. ഇത് എന്തോ വല്ല ഇത് വരെ രസനയാണോ, പച്ച രസനയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊരു വലിയൊരു ഇതായിരുന്നു കേട്ടോ. അത് നല്ല അതിനകത്തൊരല്പം നാരങ്ങയും കൂടി ഇറ്റിച്ച് നല്ല ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സാധനമല്ലേ, ഇതിനകത്ത് മറ്റ് കെമിക്കൽസ് ഒന്നുമില്ല. അതിപ്പോ എനിക്ക് തോന്നുന്നു അഞ്ജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങക്ക് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു, ഞങ്ങളെ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് റെസ്റ്റ് കേട്ടോ കിട്ടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല, ജ്യൂസ് കുടിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ പേര് പറഞ്ഞു നല്ലത്. എനിക്ക് തോന്നുന്നു വെറ്റില ജ്യൂസ് ഇതുപോലെ തന്നെ ആയിരുന്നില്ല കുറെ പേര് പറഞ്ഞു. അത് ഞങ്ങള് ഈ ഓല കൊണ്ടുള്ള ഓലയട ഉണ്ടാക്കി തന്നു. ഓലയുടെ ഞങ്ങൾ റെഡിയാക്കി. നമ്മുടെ ഈ തെങ്ങിന്റെ ഓലയില്ലേ, അത് കട്ട് ചെയ്തിട്ട് അടയുണ്ടാക്കി ഇഡ്ഡലി കൂട്ടത്തിനകത്ത് വെച്ച് റെഡിയാക്കി അടിപൊളിയാ. എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഇത്രയും വെറൈറ്റി ഉണ്ടാക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ വ്യൂസ് തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ അഞ്ജിതയ്ക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ഡിഷ് ഏതാന്ന് പറ. എനിക്ക് മാവില ജ്യൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു ഐറ്റം നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. അത് അതുപോലെ ടേസ്റ്റ് ആയിരുന്നു അതിന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മുന്തിരി അച്ചാർ, ഗ്രീൻ ആപ്പിൾ അച്ചാറിട്ട്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രീൻ ആപ്പിളിന്റെ ഒരു ഇത്. കാരണം പിന്നെ അത് മാത്രമല്ല, അതിപ്പോ എല്ലാരും ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാരും ചെയ്യുന്നുണ്ട്. ഓണത്തിന് എന്താണ് മാങ്ങ മാത്രം പോരാ, നമുക്ക് ഗ്രീൻ ആപ്പിളും കൂടി എടുക്കാം എന്നുള്ള രീതിയിൽ എല്ലാരും അത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ എല്ലാരും അനുകരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ തോന്നുന്നത്? ഇനി നമ്മള് മറ്റു കാര്യങ്ങളിലേക്ക് വന്നിപ്പോ ഓണം വരെയാണ്. ഓണം എത്തി. ഓണത്തിനുള്ള ഡിഷസ് ഒക്കെ തയ്യാറാക്കി തുടങ്ങിയോ? വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ? ഇല്ല, എന്ന് പറഞ്ഞ മേളിൽ നിന്നുള്ള ഓർഡർ ആണ്, അത് ഇന്ന രീതിയിൽ ചെയ്യും. അപ്പം അതോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ ഐഡിയ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വൈകുന്നേരം ഇതൊരു ചർച്ച ചെയ്യും. നമുക്ക് ഇന്ന് നാളെ ഇത് ചെയ്യാം. അപ്പോൾ അവർ പറയും, അപ്പം മോൻ പറയും അത് വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്കത് ക്ലിക്കാകും. അപ്പം പുള്ളിയുടേതായ ഭാവനയിൽ കുറച്ച് വിഭവങ്ങൾ കൂടി അതിനകത്ത് വരുത്തും. അത് ഇത്തവണ ഞങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ ചേട്ടൻ ഒരു മരണം നടന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ഇച്ചിരി
10-16 ദിവസം ഞങ്ങൾക്ക് ഇത് വീഡിയോ ഇടാൻ പറ്റാതെ വന്നത്. ഞങ്ങൾ ഇന്ന് മുതലാണ് സ്റ്റാർട്ടിങ്. പക്ഷെ ഞങ്ങൾ പുതിയ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരും. അത് പുതിയതായിട്ട് ഞങ്ങളുടെ ഐഡിയയിലുണ്ട്. ഉണ്ട്. ഓണത്തിന് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ സാമ്പാറും ടേസ്റ്റ് ചെയ്യുമ്പോ ഇവര് വെറൈറ്റി വെറൈറ്റി ഫുഡ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിക്കാൻ ഓണത്തിന് പോവാ. അല്ല അത് കഴിക്കാനും ഒരു ഭാഗ്യം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ. കാരണം ഇപ്പം വീട്ടിലുള്ളവരായതുകൊണ്ട് നമ്മൾ ചിലപ്പോ നല്ലതാ മാമി എന്ന് പറയുന്ന പോലെ ചിലപ്പോ നമ്മളും പറയുന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും അല്ലേ. ഇനിയിപ്പോ നമുക്ക് അഞ്ജിതയുടെ ഫാമിലിയിൽ വരാണെങ്കിൽ ഇതിപ്പോ ഒരു ഫാമിലിയാണ് ശരിക്കും. ഇപ്പൊ സ്റ്റോറി ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. അതിൽ ഞാനൊരു സ്റ്റോറി ചോദിക്കാം. ലവ് മാരേജ് അല്ലായിരുന്നോ? ലവ് വിത്ത് അറേഞ്ച് ചെയ്ത് ലവ് എങ്ങനെ വേണമെങ്കിലും പറയാം. എങ്ങനെയായിരുന്നു ശരിക്കും ആ ഒരു ലൈഫ് എന്ന് പറയണേ സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ ആദ്യം അറേഞ്ച്ഡ് ആയിട്ട് വന്ന് അച്ഛനും അമ്മയാണ് അക്കയൊക്കെയാണ് എന്നെ വന്ന് കണ്ടിട്ടുള്ളത്. ഏട്ടൻ കല്യാണത്തിന് എന്നാ കാണുന്നത് ആണ്. അപ്പൊ എനിക്കൊരു സംശയം, അതെങ്ങനെ കല്യാണത്തിന് എന്ന് കാണുന്നതെന്ന്. ഫോട്ടോ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ കല്യാണത്തിന്റെ അന്ന് രാവിലെയാണ് കാണുന്നത്. ആണ്. ഓക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു വിവാഹത്തിലേക്ക് എത്തിയത്? ഒരു സ്റ്റോറി, ബാക്ക് സ്റ്റോറി ഉണ്ട് ശരിക്കും അതില്. അതെന്താന്ന് ഇപ്പൊ പറഞ്ഞു. സ്റ്റോറി പറയണ്ടില്ല. അത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പറയാന്ന് റിവീൽ ചെയ്യാനായിട്ട് ഇരിക്കണല്ലേ. മാമിയുടെ സ്റ്റോറി ഒക്കെ എന്തായാലും അറിയാലോ അല്ലേ. അച്ഛൻ ഇങ്ങനെ ആലോചിക്കാം എന്താ എന്നോട് എന്തെങ്കിലും ചോദിക്കുമായിരിക്കും, എന്താ പറയണ്ടേ. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല പറയാൻ. കാരണം ഞങ്ങളുടെ മോളായത് ആണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം വന്നത്. കാരണം ഞങ്ങളെ അറിയപ്പെടാൻ തുടങ്ങി, ലോകം അറിയപ്പെടാൻ തുടങ്ങി. അപ്പം ഈ യൂട്യൂബിലൂടെ ഞങ്ങളെ അറിയപ്പെടുന്നതിന്റെ പ്രധാന ഘടകം ഈ നിൽക്കുന്ന എൻ്റെ മോള് തന്നെ. അല്ല, അഞ്ജിതയുടെ ഫാമിലിയിലേക്ക് വരുമ്പോ അമ്മയ്ക്ക് എന്താ പറയണേ വീഡിയോസ് ഒക്കെ കാണുമ്പോ? എൻ്റെ നാട് പത്തനംതിട്ടയാണ്, പത്തനംതിട്ട ജില്ലയിൽ അടൂര്. വീട്ടില് അമ്മയുണ്ട്, പപ്പ മരിച്ചുപോയി, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്. അമ്മയ്ക്കൊക്കെ സന്തോഷമുണ്ട് ഇങ്ങനൊക്കെ കാണുന്നതിലൊക്കെ. സന്തോഷമുണ്ട്. എന്റെ മോള് പോയ വീട് ഒരിക്കലും പട്ടിണി കിടക്കില്ല, എന്ത് കിട്ടിയാലും കഴിക്കുന്നുള്ളതല്ലേ. ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ എല്ലാം കാണാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനൊന്നും വീഡിയോയുടെ മുന്നിലേക്കോ അങ്ങനെ യൂട്യൂബിലോട്ടൊന്നും അങ്ങനെ വരുന്ന ഒരാളല്ലായിരുന്നു. പുറകോട്ട് മാറി മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഏട്ടൻ എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് ഇത് ചെയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവന്നു. അപ്പം ശരിക്കും സന്തോഷമുണ്ട് അതില്. അച്ഛൻ എന്താ ഏറ്റവും ഇഷ്ടമുള്ളത്? എനിക്ക് സവാള പായസമാണ്. സവാള പായസമാണ്. അതെങ്ങനെ കുടിച്ചു ശരിക്കും? കാരണം നമ്മൾ ഈ സവാളയുടെ ഒരു സവാള നമ്മൾ ചതുരത്തിലായിരുന്നു. അടപ്രഥമനുണ്ടല്ലോ അതുപോലെ അരിഞ്ഞ് ആളുപോലെ അരിഞ്ഞ് വന്നായിരുന്നു. പുള്ളിക്കാരി എല്ലാം വെക്കുന്നത്, നമ്മളെല്ലാം അങ്ങനെ അടുപ്പിച്ച് കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ ഇതിനൊക്കെ ഒരു എന്താ ഇങ്ങനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ, എല്ലാം മാളൊന്ന് ചെയ്തോളും അല്ലേ. ടേസ്റ്റ് നോക്കും നമ്മൾ. അതെ, എന്തെങ്കിലും ടേസ്റ്റ് നോക്കി പാളി പോയിട്ടുണ്ടോ? ഒന്നും പോയിട്ടില്ലല്ലോ, എല്ലാം അടിപൊളിയാണ്. കാരണം എന്ത് പാളിപ്പോയില്ല, തുടക്കം ഞാനല്ലേ പറയുന്നത് മോളെ വാഴ ഉണ്ടാക്കി കൊടുത്താതൊക്കെ. അല്ല, എനിക്കൊന്നും ആ ഒരു കണ്ടന്റ് കൊണ്ടുവന്നത് എനിക്കൊന്ന് രാഹുലേട്ടനാണെന്ന് തോന്നുന്നു. രാഹുലേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്തായിരിക്കും അമ്മ പറയാ? അവരിങ്ങനെയൊക്കെ എത്ര പേര് എത്തിയതില്ല കാണിച്ചതെല്ലാം നമുക്ക് സന്തോഷം. എപ്പോഴും വിളിച്ചെല്ലാം ചോദിക്കുന്നുണ്ട് യൂട്യൂബ് നല്ല രീതിയിലാണ്, വൃത്തിയാക്കി എല്ലാം ചെയ്യണം, എല്ലാം പറഞ്ഞൊക്കെ തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ യൂട്യൂബിലേക്ക് വന്നത് എങ്ങനെയാണ് ശരിക്കും? ആരാണ്? എനിക്കറിയാം രാഹുലേട്ടനാണെന്ന്. അത് ആദ്യമൊക്കെ ഒരു മടി ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ട്, കാരണം ചെയ്യാത്തൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഒരു മടി ഉണ്ടായിരിക്കും. തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു അത്? ഭയങ്കര മടിയായിരുന്നു. ഞാൻ വരത്തില്ല, മുഖം കാണിച്ച പരിപാടിക്ക് ഞാനില്ലെന്ന് പറയാം. ഇല്ല, ഇപ്പം ഞാൻ മുഖം കാണിച്ചുള്ള പരിപാടിക്കുള്ളത്. അന്നേരം എന്നോട് പറയാം, ഒരു കാര്യം എനിക്ക് വോയിസ് പറഞ്ഞാൽ മതി, മുഖം കാണിക്കണ്ടെന്ന് പറയായിരുന്നു. അങ്ങനെ പിന്നോട്ട് നിന്ന് പിന്നെ ഞാൻ അറിയാതെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു പഞ്ചസാരയുടെ ഒക്കെ വീഡിയോ. അത് പെട്ടെന്ന് ഞാൻ ചെയ്തോണ്ടിരിക്കും, ഞാനൊന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ എടുത്താണ് ആ വീഡിയോ. അപ്പം അങ്ങനാണ് ഏട്ടൻ ഇങ്ങനെ എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഭയം മാറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ഒന്ന് പാളിപ്പോയിട്ടുണ്ടായില്ലേ? നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോ അല്പം കോമഡിയും കൂടെ വേണ്ടേ? വേണം. ഈ ജനങ്ങളെ നമുക്ക് ഒരു മാജിക്കോട് കൂടി വേണമല്ലോ ഇവനെ പിടിക്കാൻ. മോനൊരു മല്ലു ഷെഫ് ആലപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2 ലക്ഷം ചില്ലുവാനും സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടി വന്നപ്പോൾ ഈ കുട്ടിയുടെ പേരിൽ ഒരെണ്ണം തുടങ്ങണം, അതങ്ങ് വിട്ടിട്ടാണ് പിന്നെ അഞ്ജിത രാഹുൽ 24 എന്നാക്കിയത്. അങ്ങനെയാണ് നമ്മുടെ മാളുവിനെ കൂടി ഈ രംഗത്തേക്ക് കൊണ്ടുവരിക. മാളു ആദ്യം പറഞ്ഞതെല്ലാം സത്യമാണ്. കാരണം
ഈ രംഗത്തേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം ഉണ്ടായിരുന്നില്ല. രാഹുലിന്റെ ഒരു എന്തോ അതിനൊരു ദിവ്യ ശക്തിയാണെന്ന് അറിഞ്ഞില്ല, അവൻ മാളുവിനെയും കൂടി കൈപിടിച്ചു ഈ വീഡിയോയിലേക്ക് വന്നപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതിൽ ഞങ്ങൾ എന്നും ജനത്തിനോട് കടപ്പെട്ടിരിക്കും. ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നപ്പോ ഞാൻ പറഞ്ഞു ഫ്ലോപ്പായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അപ്പൊ അച്ഛൻ എന്താ തോന്നിയത് അന്നേരം? അല്ല, അല്ല, മാളുവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ കോളേജിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു, അമ്മ എന്തെങ്കിലും ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിനോട് ഒരു താല്പര്യമുണ്ട്. എങ്കിലും നമ്മുടെ പുതിയ ഒരു വീട്ടിലേക്ക് വരുന്ന അന്ന് ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഇതുണ്ടാകുമല്ലോ. അതാണ് അവിടെ പ്രതിഫലിച്ചത്. അല്ല, അതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ ആള് അടിപൊളിയായി. ഞങ്ങൾ വിചാരിച്ച് പറഞ്ഞാട്ട് അപ്പം മറച്ചിടുമായിരിക്കും. ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പ്രശ്നമില്ല. നമ്മൾ ആരാണെന്നും എന്താണെന്നും അറിഞ്ഞില്ലല്ലോ. ഒരു പുതിയ വീട്ടിലേക്ക് വരുമ്പോഴേ ഇവരാരാണ്, എങ്ങനെയുള്ളവരാണ് എന്നറിയാൻ ഒരു കുട്ടികൾക്കൊരു സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഒരു പാകപ്പഴം ഇവിടെ വന്നപ്പോൾ ഒന്നാമത് ഇത് വിറച്ചൊരു പേടിച്ചായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഏതായാലും അത് കുഴപ്പമില്ല, അത് ഞങ്ങൾക്ക് സക്സസ് ആയിരുന്നു. കാരണം അത് ഞങ്ങൾ വീഡിയോയിലിട്ട് പിന്നെ ചായ തിളപ്പിച്ചിട്ട് നമ്മൾ സ്പൂൺ ഇട്ട് പഞ്ചാര ഇട്ട് ഇത് ക്ലാസ് എടുത്തോണ്ട് ചോടിട്ട് ഇളക്കുക. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനാണ്, എല്ലാവരും അങ്ങനെ പെട്ടെന്ന് കലകുന്ന രണ്ട് നാട്ടുകാരായതുകൊണ്ടുള്ള ഒരു ഡിഫറൻസും കൂടെ ഉണ്ട് കേട്ടോ. പാവം ഞാനും ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ് ഒക്കെ ഇട്ട്. അപ്പൊ ഇങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, എന്താ നീ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയില്. അപ്പം പിന്നെ ഏതെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ അമ്മ ഇങ്ങനെ വിളിക്കാറുണ്ടോ? അമ്മേ വിളിക്കും, മോളെ മാള് വിളിക്കും, ഇപ്പോഴും വിളിക്കും, മോളെ മാളു. അപ്പൊ എണ്ണിച്ചു എന്താ ആ വിളി വേണം ആളെ വരുത്താൻ. ഞങ്ങള് ഇപ്പൊ ഈ വീഡിയോ തുടങ്ങിയപ്പോ തന്നെ ഈ ലാലു എന്ന് പറയുന്ന കൊല്ലത്തുള്ളൊരു നമ്മൾ വിദേശത്താണ്, പുള്ളിയാണ് പറഞ്ഞത്, നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങുമ്പോൾ ജനങ്ങൾ നമ്മളെ തിരിച്ചറിയുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. ഞങ്ങൾ എവിടെ ചെന്നാലും മോളെ മാളു, അതൊരു ഭയങ്കര നമുക്കത് എന്തോ ഒരു ഭാഗ്യമാണ്. നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തീർന്നില്ലേ. അപ്പം നമ്മൾ ഏത് ഫംഗ്ഷനിൽ പോയാലും, ഞങ്ങൾ ഇന്നലെ ശിവഗിരി പോയായിരുന്നു, അവിടെ ഞാൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ മാള്, ഒരുപാട് പേര് പിള്ളേരായി വരുന്നത് കൂടെ. അപ്പൊ തള്ളമാരുണ്ട്, തള്ളമാര് പിള്ളേരോട് ചെന്നിട്ട് ഒരാൾ വന്നിച്ചും മോനാണോ നല്ലതാ, കാരണം എന്താ അവർക്കൊരു ഇതാണോന്ന് അറിയില്ല. ഒരാൾ തന്നെ പല രീതിയിൽ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇന്നലെ താരിക്ക് വിളിച്ചൊരു ചേച്ചി വന്നിച്ചു, മോനെ നല്ലതാ മാമയാണോ. അപ്പൊ ഇവര് വീഡിയോ നോക്കും നമ്മൾ തന്നെയാണോ ഇതെന്ന്, എന്നിട്ടാണ് ഉറപ്പ് വരുത്തുന്നത്. അബിക്കുട്ടന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാ ഒരു ഫോട്ടോ എടുക്കാറുണ്ട്, വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ടോ, എന്തൊക്കെയാ പറയാറുള്ളത്? നല്ലതാ മാമിയാണോ, വീഡിയോക്കെ എടുക്കുമ്പോ എങ്ങനെയാന്നൊക്കെ. എനിക്ക് തോന്നുന്നു വീഡിയോയിലാണ് ഈ ഒരു സിങ്ക് ഉള്ളത്. ശരിക്കും മാമിയായിട്ട് നല്ല കൂട്ടല്ലേ? നല്ല കൂട്ടല്ലേ? എല്ലാരും ചോദിക്കുന്നുണ്ട് മാളൂരുണ്ട് മോനാണോ എന്നൊക്കെ ചോദിക്കാൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം, അതെ, ആ ഒരു സ്നേഹം വീഡിയോയിൽ കാണാനും. നല്ലതാ മാമി, അവനാ പറയുന്നതിന് തന്നെ ഒരു താളമുണ്ട്. നല്ലതാ മാമി, അതൊന്ന് പറയോ? അത് കേൾക്കാൻ നല്ല രസമല്ലേ? നല്ല രസമാണ് അതിങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ട്. ഇപ്പം അഞ്ജിത പറഞ്ഞ പോലെ ഇപ്പം ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. ഇപ്പൊ അച്ഛനും നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഇപ്പം എന്തിനാ ഇത്രയും സ്വർണ്ണം ഇടുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറയാനുള്ളത്? അച്ഛൻ വൈബാണ്. അങ്ങനെ വേണം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ പറയാ, നാളെ നമ്മളല്ല തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന്. എന്നാൽ നമ്മളോട്ട് പറയത്തുമില്ല നാളെ നീ ഇന്നതാകുമെന്ന്. പക്ഷെ നമ്മളുള്ള കാലം സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് ആരെയും കൊണ്ടൊന്നും പറയിക്കാതെ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ പോകണം. അത് ആ കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയം. അബിക്കുട്ടനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര എനർജിയാണ്. എപ്പോഴും ചിരിച്ചോണ്ട് ഇങ്ങനെ തന്നെയാണ് അവൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു കുറെ വീഡിയോയിലൊക്കെ അബിക്കുട്ടൻ മിസ്സായിട്ടുണ്ട്. അപ്പോഴൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട്, അയ്യോ ചെറുക്കനെ കൊന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവന്റെ വീട് കരുവാറ്റയിലാണ്. കരുവാറ്റ എസൻസ് സെൻട്രൽ സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്. ഈ വെക്കേഷൻ ടൈമിനും മറ്റേ അവധി ദിവസങ്ങളിലൊക്കെയാണ് കക്ഷി വരുന്നത്. ഇന്ന് വൈകിട്ട് വീണ്ടും പോകും. കോഴിക്കോട്, കോഴിക്കോട്, തലശ്ശേരി ചെറുതായിട്ട് ഒക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പം ഇവിടെ വന്ന് മോൻ വീഡിയോ എടുത്ത് ആദ്യമൊക്കെ മാമി വിളിക്കുമ്പം പോണ്ടെന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നോ? ഇല്ല. വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയൊക്കെ വൈറലാവുമെന്ന് മോൻ വിചാരിച്ചിരുന്നോ? ഒട്ടും വിചാരിച്ചു. അവൻ എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കും. അതാണ് അവൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലേ?
ഇവരിതിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് അമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ നല്ലതാ മമ്മി എന്നിങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി ചിരിക്കും. അതാണ് അവൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണേ. അപ്പോൾ കമന്റ് ബോക്സ് ഒക്കെ കാണാറുണ്ടോ? അമ്മ വായിച്ചൊക്കെ തരാറുണ്ടോ ഓരോന്ന്? അപ്പോൾ ഇങ്ങനെ തിരക്കാറിലുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? അപ്പം ഇതിനെതിരെ ഇപ്പം ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇടുന്ന ആൾക്കാർ കണ്ടിട്ട് എപ്പോഴെങ്കിലും ഒന്ന് വിഷമം തോന്നിയിട്ടുണ്ടോ ബാഡ് കമന്റ് കണ്ടിട്ട്? ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു. കാരണം ഞങ്ങൾ എല്ലാം ആ ഒരു രീതിയിൽ എടുക്കത്തുള്ളൂ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ അപ്പം നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കത്തുള്ളൂ. പിന്നെ ആദ്യമൊക്കെ ഒരു ഇത് തോന്നുമല്ലോ, ഒന്നാമതേ എനിക്ക് ഇതിലോട്ട് വരാൻ ഒരു മടിയാണ്. അപ്പം നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ പിന്നെയും അതുപോലൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവർ ഇടുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വായിക്കാറുണ്ട്. എല്ലാവരും ഇടുന്ന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എല്ലാരും അത് എൻജോയ് ചെയ്ത് തന്നെ പോകുന്നത്. ഇടട്ടെ ഇനി ഇടട്ടെ. ചിലര് മോനോട് വിളിച്ച് ചോദിക്കും നിങ്ങൾ ഇതൊന്ന് അനുകരിച്ച് ഇടട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ, ഈ മാളുന്റെ ഹെയർ സ്റ്റൈലാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ആ ഹെയർ സ്റ്റൈൽ ഒക്കെ കെട്ടുന്നത് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ? ശരിക്കും വീട്ടിൽ അങ്ങനെയാണോ ഹെയർ സ്റ്റൈൽ ചെയ്യുക? ഏട്ടന് അതാ ഇഷ്ടം, ഞാൻ അങ്ങനെ കെട്ടുന്നത് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ കെട്ടുന്നത്. അത് പക്ഷെ എല്ലാരും വൈറലാക്കുന്നതല്ലേ. ഇപ്പൊ നമ്മളിപ്പം ലാലേട്ടന്റെ ഒരു ഫിഗർ ആണെങ്കിലും മമ്മൂക്കയുടെ ഒരു ഫിഗർ ആണെങ്കിലും ഒരു രൂപം ചെയ്യും. അപ്പൊ അതുപോലെയാണ് അഞ്ജിതയുടെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യും. അതൊക്കെ ഇത് കാണുമ്പോ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് ഇതുപോലെ കാണിക്കുമ്പോ? ഇങ്ങനെ മുടിയൊക്കെ കെട്ടി കാണിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ ഇനി പോലെ ഇങ്ങനെ തന്നെ കെട്ടിക്കൊണ്ട് നടക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നല്ലൊരു ഫാമിലി കിട്ടിയതാണ് അഞ്ജിതയുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. കാരണം അച്ഛനെ അമ്മ ചിരിക്കുന്നു അല്ല അല്ലേ അമ്മ? ഇങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു വലിയ സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ചെറിയൊരു പാർട്ട് മാത്രമേ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ കേട്ടോ, നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് കണ്ടു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് അച്ഛൻ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്റെ മോൻ കൊണ്ടുവരുന്ന എന്ന് പറയുമ്പോൾ അത് അവന്റെ ഒരു സങ്കല്പവും നമ്മൾ അങ്ങനല്ലല്ലോ ചിന്തിക്കുന്നത്. സ്റ്റോറി പറയട്ടെ, സമ്മതിക്കത്തില്ല കേട്ടോ. ഏട്ടൻ എന്നോട് അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അവിടെ വെച്ച് എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ ഏട്ടനാണ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്. ഞങ്ങൾ അവിടുന്ന് നേരെ പോയി കല്യാണം കഴിക്കുമായിരുന്നു. അങ്ങനെ ശരിക്കും പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നൊക്കെ? അങ്ങനെ ഒരു ദിവസം മുമ്പാ പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ നടത്തി. അപ്പൊ എന്താ തോന്നിയത് വെച്ചാ? അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. മക്കളുടെ സന്തോഷമല്ലേ അവനോട് ഞങ്ങളുണ്ടെന്ന് പറയാം. എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നത്, എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ മറ്റ് ചള്ള കാര്യത്തിലല്ല, അവന്റെ സന്തോഷമാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ മക്കളാ. പിന്നെ നമ്മളെതിരെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, സന്തോഷമുള്ളൂ. അപ്പൊ ഞാനിവിടെ പറഞ്ഞ പോലെ എനിക്ക് ഒരു സാധനം ഒരു ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. അത് മാത്രല്ല അത് പായസമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് പായസമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് പായസം അത്? കഴിച്ചിട്ട് ഞങ്ങളോട് പറയാം. ഞാനിവിടെ പറഞ്ഞ പോലെ എനിക്ക് ഒരു സാധനം ഒരു ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. അത് മാത്രല്ല അത് പായസമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് പായസമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് പായസം അത്? കഴിച്ചിട്ട് ഞങ്ങളോട് പറയാം. ഓക്കെ ശരി, ഞാനത് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ക്യാമറ തൊഴുവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല പൈസയായിരിക്കും അല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെന്താ സാധനം? കഴിക്കൂ. ഇനി പറയും. പപ്പടമാണോ ഇത്? പപ്പടം. അതെ, പപ്പട പായസമാണ്. കൊള്ളാം കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ ശരി നല്ലതാ നല്ലതാ മാമി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. ശരി ഞാൻ പറയാം നല്ലതാ. പക്ഷെ നല്ലതാട്ടോ, നല്ലതാ അമ്മേ. ഇതും കൂടി പഴം കൂടി ആഡ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യണം. ഓക്കെ തരൂ. നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് കഴിക്കട്ടെ. സാധാരണ ഞാനിങ്ങനെ മധുരം ഇങ്ങനെ കഴിക്കാറില്ല പായസം. കൊള്ളാം, സത്യമാണ് കൊള്ളാം.
സത്യമായിട്ട് കൊള്ള കേട്ടോ. ഞാൻ വെറുതെ പറയണല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കണം. അച്ഛൻ ചിരിക്കുന്നുണ്ട്. എന്താ അച്ഛൻ ചിരിക്കുന്നത്? അതെന്താന്നറിയോ, ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കില്ല എന്നാണ് ഇവരുടെ ഒരു വിചാരം. പക്ഷെ ഇവർക്കും ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ട് ഇവിടുന്ന് എടുത്തുള്ളൂ കേട്ടോ. പക്ഷെ കൊള്ളാം കേട്ടോ. എന്നുവെച്ചാൽ കൊള്ളാന്നല്ല, നമ്മൾ സാധാരണ പപ്പടം, നമ്മൾ എന്താ പറയാ, കല്യാണത്തിലേക്ക് പോകുമ്പോൾ പപ്പടമൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പം ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നു. പിന്നെ ഇതിനുള്ള ഒരുപാട് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, കൊള്ളാം. ഇത് ആരുടെ ഐഡിയ? പറയണ്ടല്ലോ, രാഹുൽ പറഞ്ഞു തന്നെ ഇങ്ങനെയൊക്കെ വെക്കണമെന്നും വെക്കണമെന്ന്. എല്ലാം പറഞ്ഞെല്ലാം തന്നു. ഇത് കൊള്ളാം കേട്ടോ. അതിൻ്റെ കൂടെ പഴമൊക്കെ ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു. ഇത് കഴിച്ച് തീർന്നിട്ട് ഇന്റർവ്യൂ എടുത്ത പോരെ. കാരണം ഇത് ഓണത്തിന്റെ കൂടെ ഒന്ന് പിടിക്കാൻ കൊള്ളാം. കാരണം വെറുതെ ഇരിക്കുമ്പോഴും കഴിക്കാം. അല്ല, എന്ത് കിട്ടിയാലും എല്ലാം ഉണ്ടാക്കുന്നതല്ല അച്ഛാ പറയും. അച്ഛൻ ഇതിന് മുന്നേ ഇത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിക്കണം. എനിക്കാട്ടോ ആദ്യമായിട്ട് ഇത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഈ സദ്യക്കൊക്കെ പോകുമ്പോ പപ്പടവും പായസവും ഒക്കെ അല്ല, പപ്പടവും പഴവും ഒക്കെ തരുമ്പോഴേ നമ്മൾ ആദ്യമേ തന്നെ ഈ പപ്പടം ഞെരടിയിട്ട് പൊടിച്ചിട്ട് ചോറിട്ട് അതിന്റെ പുറത്ത് സാമ്പാർ അല്ലെങ്കിൽ പരിപ്പ് എല്ലാം തന്നിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ പപ്പടം കൂട്ടി പായസം കുടിക്കുന്നത് വളരെ വിരളമാണ്. ഞാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ട്. അതെ, അപൂർവങ്ങളിലാണ് അങ്ങനെ. ആദ്യം തന്നെ പപ്പടം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചോറ് വന്നു കഴിഞ്ഞ് പരിപ്പ്, അങ്ങനല്ലേ. പക്ഷെ പായസത്തിന്റെ കൂടെ പപ്പടം വരുന്നില്ല. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം കഴിക്കും. സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇനിയും പറയുമ്പോൾ വിചാരിക്കും ചുമ്മാ കിടന്ന് പറയുന്നതാണ്. ശരിക്കും നമ്മൾ അട കഴിക്കില്ലേ, അതിനേക്കാൾ ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ അമ്മ? ഇതിൻ്റെ കൂടെ ശർക്കര ചേർത്തുകൊണ്ടാവും തോന്നുന്നുണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. എനിക്കൊന്നു ഒരു പാലട മിക്സ് അങ്ങനെ ആയിരുന്നെങ്കിൽ അറിയില്ല എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെറൈറ്റിയിൽ ഒരെണ്ണം പരീക്ഷിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. നമ്മളത് പാലട അതിനകത്ത് ഇടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പപ്പടമാണ്. ഈ പപ്പടത്തിന്റെ ക്വാണ്ടിറ്റി അവിടെ കുറയും വേറൊരു മിശ്രിതം കൂടെ കയറ്റുമ്പോ. പക്ഷെ അതാണ് അതങ്ങനെ ഉദ്ദേശിച്ചത്. ഇത് എന്താ നല്ല കുതിർന്നിട്ട് അല്ലേ? അതെ, ഓവറോൾ നല്ല അടയുടെ രീതിയിലാണ് ആ പപ്പടം കട്ട് ചെയ്തേക്കുന്നത്. ഇത് ഇപ്പൊ എങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഞാൻ കഴിച്ചോട്ടെ, ഒന്നുകൂടെ കഴിക്കാണ്. അപ്പൊ എനിക്ക് നല്ലൊരു പായസമൊക്കെ ഉണ്ടാക്കി തന്നതിന് ആരാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. ആരാ ഉണ്ടാക്കിയത്? ശരിക്കും മാളു തന്നെയാണ് ഉണ്ടാക്കിയത്. അമ്മ രാവിലെ എടുത്ത് കൊടുത്തു. അമ്മ പപ്പടം കൊടുക്കും, അങ്ങനെ കൊടുത്തു. നല്ല പായസമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ആ ഒരു എന്താ പറയാ, എല്ലാം ശർക്കര ആണെങ്കിലും ആ ഒരു പപ്പടത്തിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അട എന്താ കട്ട് ചെയ്തിട്ടേക്കുന്ന പോലെ. ഇത് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. എനിക്കിത് കഴിക്കാനേ അറിയൂ എന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെ വെറൈറ്റികളായിരിക്കും വരിക ഓണത്തിന്? എല്ലാം ഉണ്ടാക്കി തീർന്നു. ഇനി ഒന്നും ഉണ്ടാക്കാനില്ല എന്നാണ് പറയുന്നത് അല്ല? എല്ലാം ഉണ്ടാക്കി ഓൾമോസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോയിൽ ഇനി കാണാത്ത ഒന്നുമില്ല. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കറി വെക്കണം ഒന്നുമില്ല. നമ്മളിപ്പോ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഇപ്പൊ കായോ അല്ലെങ്കിൽ മീൻ വറുത്തായിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ വേറെ വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണിക്കുന്നത്. ഇപ്പം മീനില്ലാണ്ടും കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, ചീരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അല്ലെ ചീര പെട്ടെന്ന്. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്ത് കിട്ടിയാലും അല്ലെ എന്ത് കിട്ടിയാലും നമ്മൾ കറി ഉണ്ടാക്കുന്നല്ല. ഇതിന് കഴിഞ്ഞ് ജമന്തിപ്പൂ ഒക്കെ കുറച്ച് കറിയൊക്കെ അരളിപ്പൂ വന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് പൂവൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ മുല്ലപ്പൂ അടിച്ച് ജ്യൂസ് കുടിച്ചായിരുന്നു. ആണോ? വീഡിയോ ഇട്ടായിരുന്നു മാളുമായിട്ടുണ്ട് ആദ്യം തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തുണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ അവരുണ്ടായിരുന്നെങ്കിൽ അരളിപ്പൂ അടിച്ചു കുടിച്ചായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നില്ല. ഈ മുല്ലപ്പൂ വിഷവരണം എന്ത് ചെയ്യുമായിരുന്നു. അപ്പോഴങ്ങ് പേടിയുണ്ടത്. പക്ഷെ നമ്മൾ എന്ത് കഴിച്ചാലും അത് ജസ്റ്റ് കഴിക്കാൻ പറ്റുന്നതാണോ ഇന്നും കൂടെ നോക്കേണ്ടത്. കാരണം മുക്കുറ്റി കഴിച്ച് അല്ല തുമ്പയാന്ന് തോന്നുന്നുണ്ടല്ലേ? തുമ്പ കഴിച്ചു അല്ലെന്നും പറയുന്നു. തുമ്പ കഴിച്ച് മരിച്ചു ഞാൻ സത്യം പറയട്ടെ, എനിക്ക് തുമ്പ കഴിച്ച് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇവരായിട്ട് ഓർമ്മ ഈ തുമ്പ കഴിച്ചു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കമന്റ് അതിന്റെ അടി അമ്മക്ക് ഇത്തിരി തുമ്പ ഈ കുട്ടി മരിച്ചെന്ന് അറിഞ്ഞപ്പോഴും ആൾക്കാർ കമന്റ് ഇടുന്നത് ഞങ്ങളെ പറ്റി. അമ്മക്ക് ഇച്ചിരി അരളിപ്പ് അരച്ചു കൊടുക്കും. ആ കമന്റ് ഞാൻ കണ്ടു കേട്ടോ. അമ്മയ്ക്ക് ഇച്ചിരി അരളിപ്പ് കൊടുക്കുക, അരളിപ്പിന്റെ കുറവുണ്ടെന്ന് പറയുന്നത്.
സത്യമാണ് ഞാൻ സത്യം പറയും. നമ്മളത് കാര്യമാക്കുന്നില്ല, നല്ല കാര്യം. നമ്മളിവിടെ ഇന്റർവ്യൂ ആയിട്ടിരിക്കുന്നു, മറന്നുപോയതല്ല. ഞാനെന്ന് വെച്ചാല് സത്യം പറഞ്ഞ ഞാൻ ആ ന്യൂസ് കണ്ടപ്പോ എനിക്ക് ഇവരായിട്ട് ഓർമ്മ വന്നു. കാരണം ഇവരെന്തോരം കഴിക്കും. ഒന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെ കഴിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ മുല്ലപ്പൂ അടിച്ച് കുടിച്ചായിരുന്നു, ഗ്ലാസ് ജ്യൂസ് കുടിച്ചായിരുന്നു. കുടിച്ചു അതിനകത്തുണ്ട്, വീടിക്കത്തുണ്ട്. ആ ടേസ്റ്റ് നല്ല, എനിക്ക് മോളുടെ പോകാൻ കണ്ടിട്ട് നമ്മൾ പുതിയ പുതിയ വെറൈറ്റി ഇറക്കുക, പുതിയത് ഇറക്കുക. അടുത്ത ഞങ്ങൾ ഉടനെ ഇറക്കും. ഇറക്കും അത് സസ്പെൻസിൽ നിക്കാണ്. അത് ഞാൻ വീഡിയോയിലൂടെ കാണട്ടെ പറയാണ്. അപ്പോ ഈ ഒരു ഓണം അടിപൊളിയായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്ലസ് വെറൈറ്റി ആയിട്ടുള്ള സാധനം എനിക്കിപ്പോൾ ഉണ്ടാക്കി തന്നതിന് എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ആ ഡിഷസ് ഉണ്ടാക്കി തരാൻ കാണിച്ചൊരു മനസ്സിന്. പിന്നെ ഈ ഒരു ഓണം അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയും നല്ലതാ മാമി എന്ന് പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അച്ഛാ, അമ്മേ, താങ്ക് യു.